നോക്കി പ്രോപ്പറായിട്ട് ഇൻസ്പെക്ട് ചെയ്യാതെ ഒരു യൂസ്ഡ് കാർ മേടിച്ചാൽ എന്താ സംഭവിക്കുക, എങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് അറിയാമോ? ഇത് ഇങ്ങനെ ഇരിക്കും. അത് ശ്രദ്ധിച്ചു നോക്കിയേ. ഇതൊരു 2012 മോഡൽ ഓഡി A6 ആണ്. നല്ല ഒന്നാം തരം ഒരു ഇന്നോവ കസ്റ്റമറുടെ കയ്യിലുണ്ടായിരുന്ന. സോ പ്രീമിയം കാർ അദ്ദേഹത്തിന് വളരെ ആഗ്രഹം കൊണ്ട് ഒരു യൂസ്ഡ് കാർ ഡീലറുടെ അടുത്ത് പോയിട്ട് വളരെ വിലക്കുറവ്, സ്വിഫ്റ്റിന്റെ വിലയുള്ളൂ, വില നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കിയുള്ള വിലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര തുച്ഛമായ വിലയ്ക്ക് കിട്ടിയതാണ്. അദ്ദേഹം എന്ത് ചെയ്ത് ആ നല്ല ഇന്നോവ കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്തു. അപ്പിയറൻസ് ഒക്കെ നല്ല ഉഗ്രനായിരുന്നു. ഓടിക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴി തന്നെ വണ്ടി അങ്ങ് താന്നുപോയി. പിന്നെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ. അങ്ങനെ കസ്റ്റമർ കാലിക്കറ്റ് സൈഡിൽ ഏതോ ഒരു വർക്ക്ഷോപ്പിൽ കയറ്റി. അവരെ കൊണ്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല, കാരണം അത് പ്രീമിയം കാർ സർവീസ് ചെയ്യുന്ന കസ്റ്റമർ അല്ല, വർക്ക്ഷോപ്പ് അല്ല. അങ്ങനെ നേരെ ജർമ്മൻ ടെക്കിലെത്തി. ഒരുപാട് കംപ്ലൈൻറ്റുകൾ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ വിലയേക്കാൾ കൂടുതലാണ് എസ്റ്റിമേഷൻ കോസ്റ്റ് വരുന്നത്. പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ ആ ഡീലർക്ക് എങ്ങനെയോ എക്സ്ചേഞ്ച് കിട്ടിയ വണ്ടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രീമിയം കാറുകൾ മേടിക്കുമ്പം എപ്പോഴും ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം പ്രൈസിനേക്കാൾ ഉപരി. മനസ്സിലായോ? കാരണം ഇതൊരു 80 ലക്ഷം രൂപയോ 70 ലക്ഷം രൂപ അടുത്ത് വില വരുന്ന വണ്ടിയാണ്. അത് നമുക്ക് 10 ലക്ഷം രൂപയ്ക്ക് 8 ലക്ഷം രൂപയ്ക്ക് നമുക്ക് സെക്കൻഡ് ഹാൻഡ് കിട്ടുമ്പോഴത്തേക്ക് ഓർക്കുക, ഈ 8 ലക്ഷം രൂപയ്ക്ക് എടുക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെയിൻ്റനൻസിൻ്റെ പാർട്സിൻ്റെ കോസ്റ്റ് കമ്പനി ഡിസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ പാർട്സിന് കോസ്റ്റ് വരും. അപ്പം ആ കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ പ്രീമിയം കാറിലോട്ട് പോകാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിലുള്ള പ്രശ്നം ആ കസ്റ്റമർ പെട്ടുപോയി. കാരണം എങ്ങനെ പണിയും? കാരണം വണ്ടി മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ എസ്റ്റിമേഷൻ കോസ്റ്റ് വരും. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് പണിത് കഴിഞ്ഞാലും അല്ലാതെ പണിത് കഴിഞ്ഞാലും ഒക്കെ ഏകദേശം ഒരു കോസ്റ്റ് വരും. അവസാനം ഇപ്പം എന്നെ കസ്റ്റമർ സ്ക്രാപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. വേറെ ഓപ്ഷനില്ല അദ്ദേഹത്തിന് പണിതെടുക്കാൻ വേണ്ടി. സോ ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ആലോചിക്കുക, നല്ല വണ്ടികൾ നോക്കിയെടുക്കുക. ഇതൊരു നല്ല A6 ആയിരുന്നെങ്കിൽ ഉപയോഗിക്കാൻ ഭയങ്കര സുഖമാണ്, ഒരുപാട് നല്ല യാത്രാ സുഖമുള്ള വണ്ടിയാണ്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന വണ്ടിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണി വരുമ്പോൾ അത് കറക്റ്റായിട്ട് പോയാൽ മതി. പക്ഷെ പണിയാത്ത വണ്ടികൾ, ലോ മെയിൻ്റനൻസ് ഉള്ള വണ്ടികൾ നിങ്ങൾ ദയവ് ചെയ്ത് എടുക്കാതിരിക്കുക.